ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. പട്ടിണി എന്താണെന്നറിയാത്ത ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലേത്. ദിവസവും കുശാലാണ്. വേനലിൽ എഴുന്നള്ളിപ്പുകൾക്കായി പൂരപ്പറമ്പുകൾ ഓടി നടന്ന് ക്ഷീണിതരായ ആനകൾക്കാണ് കർക്കിടകത്തിന് മുന്നോടിയായി ദേവസ്വം സുഖചികിത്സ നൽകിപ്പോരുന്നത്. കഴിഞ്ഞ 35 വർഷമായി ആനകൾക്ക് ജൂലൈ 1 മുതൽ 30 ദിവസം സുഖചികിത്സ നൽകാറുണ്ട്. ചികിത്സയ്ക്ക് മുന്നോടിയായി വിദഗ്ധ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമീകൃത ആഹാരമാണ് ഓരോ ആനകൾക്കും നൽകുന്നത്. വിരയുടെ മരുന്ന് നൽകലാണ് ചികിത്സയുടെ ആദ്യഘട്ടം. ദിവസവും തേച്ചു കുളിപ്പിച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ആനത്താവളത്തിലെ വടക്കേ മുറ്റത്ത് വരിയായി നിർത്തും. ആനകളുടെ തൂക്കത്തിനനുസരിച്ചുള്ള മരുന്ന് ചേർത്ത ചോറുരുള വായിൽ വെച്ച് നൽകും. ഇതിനു പുറമെ പട്ടയും പുല്ലും പഴങ്ങളും നൽകും. ലക്ഷങ്ങളാണ് വർഷം തോറും ദേവസ്വം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. 11 ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സുഖചികിത്സയ്ക്കായി ദേവസ്വം വകയിരുത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ലാഭനഷ്ട കണക്കുകൾ നോക്കിയല്ല ആനകളെ പരിപാലിക്കുന്നതിന് തെളിവാണ് ഈ ചികിത്സയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. 38 ആനകളാണ് ഇപ്പോഴ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ഉള്ളത്. അതിൽ 12 ആനകൾ മതപ്പാടിലായതുകൊണ്ട് അവയെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 26 ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇനി വരുന്ന ഒരു മാസക്കാലം സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവയെ പരിശോധിക്കുന്നു. വിശേഷപ്പെട്ട രീതിയിൽ ഔഷധ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു. ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. 11 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത്. ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ്. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ താല്പര്യമല്ല. ആകെയുള്ള 38 ആനകളിൽ 26 ആനകൾക്കാണ് ഇത്തവണ ചികിത്സ നൽകുന്നത്. മതപ്പാടിൽ തളച്ചിരിക്കുന്ന ആനകൾക്ക് പിന്നീട് ചികിത്സ നൽകും. കൊമ്പൻ ദേവദാസിന് ആദ്യ ചോറുരുള നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, വാർഡ് കൗൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവരും ചോറുരുള നൽകി. TCV ന്യൂസ്, ഗുരുവായൂർ.